എല്ലാ ജാനു എനിക്കെന്താ കുറച്ചേറെ ഒരു വെപ്രാളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എനിക്കെന്ത് വെപ്രാളം? എനിക്കൊരു വെപ്രാളമൊന്നുമില്ല. ഞാൻ മീൻകാരൻ വരുന്നോ നോക്കാൻ പോയതായിരുന്നു. ജാനുവിന് എന്താ പറ്റിയെന്ന് പറയാൻ 2 ദിവസമായി ഞാൻ അവളെ ശ്രദ്ധിക്കുന്നത്. അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ജാനു ചോറെടുത്തേക്ക് ഇന്ന് എന്താണെന്നറിയില്ല, വല്ലാതൊരു വിശപ്പ്. വേഗം എടുത്തുകൊണ്ട് വരും. വരുന്നേ. എന്താ ചെയ്യുക? ചോറ് കൊടുക്കാൻ പറയുന്നുണ്ട്. എന്തായാലും എന്താ ചെയ്യുക, ഇന്ന് തന്നെ കൊടുത്താളട്ടെ. ചോറിൽ ഇന്ന് തന്നെ ആക്കി കൊടുക്കട്ടെ. ചേട്ടാ എനിക്ക് പേടിയാണ്. ഭഗവാനെ എന്നോട് കൊടുക്കണേ, എൻ്റെ മൂക്ക് കെട്ടിയിട്ടാണേ. എത്ര നേരമായി ചോറ് ചോദിച്ചിട്ട് ഒന്ന് വേഗം കൊണ്ടുവന്നൂടെ? അത് കറി അടുപ്പത്തായിരുന്നു, അതുകൊണ്ടാ. എന്തായാലും വേണ്ടിയില്ല, വെള്ളമൊക്കെ ഇങ്ങ് എടുത്തൂടെ. ഇനി എന്താ കളിക്കുന്ന? ഞാൻ എന്നോട് വെള്ളം എടുക്കാൻ പറഞ്ഞില്ലേ? വെള്ളം എടുക്കാം. അച്ഛൻ ചോറുന്നേനു. മോളെ, ഞാൻ ചോറ് തിന്നാൻ പോവുകയാണ്. ഇനി വാ മോളെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഭക്ഷണം. പറയുന്ന പോലെ തന്നെ എനിക്കും വിശക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കഴിക്കല്ലേ? അമ്മേ, എനിക്കും കൂടെ ഉള്ള ചോറ് എടുത്തോളിട്ടോ. അയ്യോ, ഇവരതൊന്ന് എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ മോളിനെ വെച്ചേക്കൂലല്ലോ ഈശ്വരാ. എന്താ ഇപ്പം ചെയ്യുക? ഇവൻ്റെ പച്ചനെ എന്താക്കുപ്പോൾ ഞാൻ? അയ്യോ, എന്താക്കുമ്പോൾ കൊടുക്കണോ ഞാൻ? ഈശ്വര, ഞാൻ പോയി പറയട്ടെ. ആവൂല. ഈ അമ്മനോട് എത്ര നേരം ഒന്ന് ചോറെടുത്ത് തരാൻ പറഞ്ഞിട്ട്? അമ്മ ഒന്ന് വേഗം എടുത്ത് തരി, എന്നിരിക്ക് പഠിക്കാണ്ട്. മോളെ, ഓളിപ്പം വരും. ഗ്ലാസ് എടുക്കാൻ പോയതാ. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, പിന്നെ അമ്മ ഇതിന് ഇനിയും ഗ്ലാസ് എടുക്കാൻ പോയത്? ഒന്ന് പോരെ ഇപ്പോൾ? വിശന്നിട്ട് വയ്യ മനുഷ്യന്. അയ്യോ, എന്തായാലും വേണ്ടി ഞാൻ പോയി പറയട്ടെ. തിന്നോ? അയ്യോ തിന്നോ. തിന്നല്ലേ ചോറ് തിന്നല്ലേ. ഇനി എന്താ കളിക്കുന്നത്? വിശന്നിട്ട് പാടില്ല. ഞാൻ ചോറ് നാട്ടെ. ചോറ് നിങ്ങൾ തിന്നണ്ട, നിങ്ങൾക്ക് വേറെ ചോറുണ്ടത്തര. ഞാൻ ഇനി എന്താ പറഞ്ഞത്? എനിക്കെന്താ ഭ്രാന്താണോ? നിങ്ങൾ തിന്നാൽ ശരിയാവൂല. ഇതിലൊരു സാധനം ഞാൻ ചേർത്തേക്കുന്നു. അതില്ലേ മോളെ, മോക്കൊരു പണി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ശാന്തേച്ചി പറഞ്ഞിനി. ശാന്തേച്ചി പറയാനോ? അമ്മ ഇതൊരു ബന്ധമില്ലാണ്ട് സംസാരിക്കുന്നേ. അമ്മയോട് ഇപ്പോൾ ചോദിച്ചാൽ ഈ ചോറ് എന്തിനാ എടുത്തുണ്ടോന്നാ? അതില്ലേ മോളെ, സർവീസിലിരിക്കുമ്പോൾ ആള് പോയാൽ മക്കൾക്ക് പണി കിട്ടുമെന്ന് അറിഞ്ഞിനി. അതിനിപ്പോൾ എന്താ? അത് മോളെ, അച്ഛന് 2 മാസം കൂടിയല്ലേ ഉള്ളൂ സർവീസിൽ. അതുകൊണ്ട് ഞാൻ അതിലിത്തിരി വിഷം ചേർത്തി. അമ്മേ, അങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാ മോളെ അച്ഛൻ്റെ ചോറിൽ അമ്മ ഇത്തിരി. എന്നാലും എൻ്റെ ചാനു എനിക്ക് ചെയ്യാൻ തോന്നിയല്ലോ. അയ്യോ, നിങ്ങളൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. മോളെ ഭാവി ആലോചിച്ചിട്ടാ. എന്നോട് ക്ഷമിക്കണം. അമ്മ നിങ്ങൾ ഇത്ര അതപ്പതിച്ച് പോയല്ലോ. കണ്ട ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അച്ഛനെ കൊല്ലാൻ മാത്രം. എനിക്ക് നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ.
ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കൂല. എന്നോട് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം നിങ്ങൾ. ഇനി അങ്ങോട്ട് പോയിക്കോ ജാനു, കുറച്ച് നേരം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. അച്ഛ ഒരിക്കലും ഇതിനൊന്നും മാപ്പ് കൊടുക്കരുത്. ഇത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ. നിങ്ങളെ അമ്മ എന്ന് വിളിക്കാൻ വരെ എനിക്ക് അറപ്പാവുന്നു. ഇപ്പോൾ സ്വന്തം ഭർത്താവിനല്ലേ നിങ്ങൾ മോളെ ഭാവിക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നോക്കുന്നു. നിങ്ങളെ പോലത്തെ സ്ത്രീകളായി നാടിന് അപമാനം. ഇതാണ് അവസ്ഥ. ഇന്ന് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരും സ്വാർത്ഥരായി മാറുകയാണ്. എങ്ങോട്ടാണ് ഈ ലോകം? പുതുതലമുറയ്ക്കെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പുറമെ ബന്ധങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.